അപ്പോൾ നമുക്കൊന്ന് മൂവിക്ക് പോയിട്ട് വന്നാലോ. അപ്പോൾ ഞാനായിരിക്കും കേട്ടോ അവസാനമായിട്ട് ഈ മൂവി കാണുന്ന വ്യക്തി. കാരണം ഈ മൂവി ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് ദിവസമായി, എല്ലാവരും പോയി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിപ്പോഴാട്ടോ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്കിന്ന് രാവിലെ തന്നെ ക്ലിനിക്കിൽ പോസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ മൂവിക്ക് കാണാൻ പോകുന്നത്. അതുകൊണ്ടാട്ടോ കുർത്തയൊക്കെ ഇട്ട് പോകുന്നത്. കാരണം അവിടെ വേറൊരു ഡ്രസ്സും അലോ ചെയ്യത്തില്ലല്ലോ, കുർത്ത മാത്രമേ അലോ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അന്നേരം ബസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ഷോ ആട്ടോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വേറൊരു മൂവിക്കല്ല പോയിട്ടുണ്ടായിരുന്നത്, വാഴ കാണാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ചിരിച്ച് അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച് കളഞ്ഞിട്ടോ. എൻ്റെ സിബ്ലിങ്സിനെയൊക്കെ ഓർമ്മിപ്പിച്ച് കളഞ്ഞു ഈ സിനിമ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാട്ടോ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ കണ്ടിട്ടുണ്ടായിരുന്നേ. വാഴ 3ക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു കേട്ടോ ഐസ്ക്രീം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വാർഡൻ്റെ കാലൊക്കെ പിടിച്ച് കീയൊക്കെ മേടിച്ച് പോയി ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ആണ് കേട്ടോ. കുക്കീസ് ആൻഡ് ക്രീം എന്നാണ് കേട്ടോ ഐസ്ക്രീമിൻ്റെ പേര്. അപ്പോൾ ഞാൻ എത്ര കിട്ടിയാലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐസ്ക്രീം ഇതായിരിക്കും. ഞാൻ 1 ലിറ്ററൊക്കെ ഒറ്റയടിക്ക് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഗൈസ്? പക്ഷേ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഈ ഐസ്ക്രീം. ഞാൻ എത്ര കിട്ടിയാലും കഴിക്കും. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഐസ്ക്രീം ഒന്ന് ആസ്വദിച്ച് കഴിച്ചോട്ടോ കേട്ടോ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.